ഓക്കെ. നമുക്കിനി അടുത്തത് പറയാനുള്ളത് ലീഡർഷിപ്പ് എന്നുള്ളൊരു ഭാഗമാണ്. അഥവാ നേതൃത്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഡയറക്ഷൻ്റെ 2 എലമെൻറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സൂപ്പർവിഷൻ എന്നുള്ളൊരു എലമെൻറ്റും അഥവാ മേൽനോട്ടം എന്ന് പറയുന്ന എലമെൻറ്റും അതിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മോട്ടിവേഷൻ അഥവാ പ്രചോദനം എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ്, എന്താണ് മോട്ടിവേഷൻ എന്നും അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറി, നീഡ് ഹയറാർക്കി തിയറി ഓഫ് എബ്രഹാം മാസ്ലോ, പിന്നെ അതുപോലെ മോട്ടിവേഷൻ പ്രോസസ്സ് എന്താണെന്നും, പിന്നെ നമ്മൾ ഇൻസെൻറ്റീവ്, മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടേമാണ് ഇൻസെൻറ്റീവ് എന്താണെന്നും, 2 തരത്തിലുള്ള ഇൻസെൻറ്റീവ്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഡയറക്ഷൻ്റെ 3ാമത്തെ എലമെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ആ 3ാമത്തെ എലമെൻറ്റാണ് ലീഡർഷിപ്പ്. എന്താണ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പിൻ്റെ വാക്കിൻ്റെ അർത്ഥം നേതൃത്വം എന്നാണ് ആ വാക്കിൻ്റെ മലയാളം. ലീഡർഷിപ്പ് എന്ന വാക്കിൻ്റെ മലയാളം എന്ന് പറയുന്നത് നേതൃത്വമാണ്. നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ലീഡർഷിപ്പ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. ഗ്രൂപ്പിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊതുവായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ജീവനക്കാരനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും പണിയെടുക്കാൻ കീഴ് ജീവനക്കാരെ പ്രചോദിപ്പിക്കാനുള്ള ഒരു മാനേജറുടെ കഴിവിനെയാണ് നമ്മൾ നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മാനേജർ ടു ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ അല്ലെങ്കിൽ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാരനെയും സ്വാധീനിക്കാനുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഉന്നത അധികാരിയുടെ അല്ലെങ്കിൽ ഒരു മാനേജറുടെ എബിലിറ്റി ആകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവാകാം, അല്ലെങ്കിൽ ഉത്സാഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും പണിയെടുക്കാൻ അവരെ പ്രചോദിപ്പിക്കാനുള്ള ഒരു മാനേജറുടെ കഴിവിനെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു ഡെഫിനിഷൻ കൊടുത്തത് ജോർജ് ടെറി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ജോർജ് ടെറി എന്നുള്ള വ്യക്തിയുടെ അഭിപ്രായ പ്രകാരം ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് ദ പീപ്പിൾ. ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുക. ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. ഗ്രൂപ്പിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വില്ലിംഗ്ലി എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പണിയെടുക്കുന്നതിനും ഉത്സാഹത്തോടെ പണിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ജീവനക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലീഡർഷിപ്പ് ഈസ് ദ ആർട്ട് ആൻഡ് പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ so that they will strive willingly and enthusiastically towards the achievement of group goals. നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് പ്രോസസ് ഓഫ്, ഇതൊരു കലയാണ്, അതുപോലെ തന്നെ പ്രക്രിയയാണ്. എത്തരത്തിലുള്ള പ്രക്രിയയാണ്? ഇൻഫ്ലുവൻസിങ് ദ പീപ്പിൾ, ആളുകളെ സ്വാധീനിക്കുന്ന ഒരു കല അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താണ് സാധ്യമാക്കുന്നത്? സോ ദാറ്റ് ദേ വിൽ സ്ട്രൈവ് വില്ലിംഗ്ലി, സ്വമേധയ അല്ലെങ്കിൽ താല്പര്യത്തോടു കൂടെ വർക്ക് ചെയ്യുന്നതിനും, ആൻഡ് എന്തൂസിയാസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ ഉത്സാഹത്തോടു കൂടെ വർക്ക് ചെയ്യുന്നതിനും, ടുവേർഡ്സ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്, ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉത്സാഹത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും സ്ട്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മാനേജറുടെ കലയെ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ് നമ്മൾ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും ജോലി ചെയ്യാൻ കീഴ് ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ഒരു മാനേജറുടെ കഴിവിനെയാണ് നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും ജോലി ചെയ്യാൻ കീഴ് ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ഒരു ഉന്നത അധികാരി അല്ലെങ്കിൽ ഒരു മാനേജറുടെ കഴിവിനെയാണ് നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിന് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ പീപ്പിൾ. പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആർട്ട് ആൻഡ് പ്രോസസ്സാണ് നമുക്ക് പറയാം. സോ ദാറ്റ് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ദേ വിൽ സ്ട്രൈവ് വില്ലിംഗ്ലി ആൻഡ് എന്തൂസിയാസ്റ്റിക്കലി, താല്പര്യത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും ജോലി ചെയ്യാനുള്ള ഒരു മനോഭാവം അവരിലേക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. ടുവേർഡ്സ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്, ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന എന്നുള്ളതും അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മാറുന്നു. ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ഹാരോൾഡ് കൂൺസ് ആൻഡ് ഹെയ്ൻസ് വെയ്റിച്ച് എന്നുള്ള 2 വ്യക്തികളാണ്. ആദ്യത്തെ ഡെഫിനിഷൻ പറഞ്ഞത് ജോർജ് ടെറിയാണ്. രണ്ടാമത്തെ പറഞ്ഞത് ഹാരോൾഡ് കൂൺസും ഹെയ്ൻസ് വെയ്റിച്ച് എന്നുള്ള 2 വ്യക്തികളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എന്താണ് ലീഡർഷിപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് ദ അതേഴ്സ്. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ലീഡർഷിപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റി അല്ലെങ്കിൽ കഴിവിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂചിപ്പിക്കുന്നത് അർത്ഥം. ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ കഴിവാണ്. ടു ഇൻഫ്ലുവൻസ് ദ അതേഴ്സ്, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ലീഡർഷിപ്പ് എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത് പറയുന്നത് ഇറ്റ് ട്രൈസ് ടു ബ്രിങ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ഈ ലീഡർഷിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവനക്കാരെന്നാണ് ഉദ്ദേശിക്കുന്നത്. തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാരൻ്റെയും പെരുമാറ്റത്തിലും അവരുടെ സ്വഭാവത്തിലും ക്യാരക്ടറിലും ചേഞ്ചസ് കൊണ്ടുവരാൻ ഒരു ലീഡർക്ക് കഴിയും. അതാണ് അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇറ്റ് ട്രൈസ് ടു ബ്രിങ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് എന്ന് പറയുന്നത്. കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാരൻ്റെയും ക്യാരക്ടറിലും ബിഹേവിയറിലും ഡേ ടു ഡേ ആക്ടിവിറ്റികളിലും ചേഞ്ചസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നേതൃത്വം ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻ്റർ പേഴ്സണൽ റിലേഷൻസ് ബിറ്റ്വീൻ ട്രേഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. അതായത് അനുയായികളും നേതാവും തമ്മിൽ നല്ല പരസ്പര ബന്ധമുണ്ടാക്കാൻ നേതൃത്വം സഹായിക്കുന്നുണ്ട്. ഒരു നേതാവ് എന്ന് പറയുമ്പോൾ നേതാവിൻ്റെ പ്രവർത്തനം കണ്ട് അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനത്തിൽ സ്വാധീനിച്ചിട്ടാണ് അനുയായികളെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേതാവിന് നല്ല രീതിയിലുള്ള എബിലിറ്റി ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അനുയായികളുമായി നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നുണ്ട്? ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇൻ്റർ പേഴ്സണൽ റിലേഷൻസ്, വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധമാണ്. ആരൊക്കെ തമ്മിലാണ്? ഇവിടെ നമ്മൾ ബിസിനസ്സിൻ്റെ കെയർ ഓഫിൽ പറയുന്ന സമയത്ത് ട്രേഡേഴ്സും ഫോളോവേഴ്സും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഒരു ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ നേതൃത്വം സഹായിക്കുന്നുണ്ട്. ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ മേധാവികളും അതുപോലെ തന്നെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവനക്കാരും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ ഒരു സ്ഥാപനത്തിനെ സഹായിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ലീഡർഷിപ്പ് അഥവാ നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ ജീവനക്കാരും മാനേജ്മെൻറ്റും തമ്മിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ ഒരു നേതാവിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കും. ഇനി നാലാമത് പറയുന്നത് ഇറ്റ് ഈസ് എക്സസൈസ്ഡ് ടു അച്ചീവ് കോമൺ ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ. ഈ ലീഡർഷിപ്പ് എന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. സ്ഥാപനത്തിൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ലീഡർഷിപ്പ് അഥവാ നേതൃത്വം എന്ന് പറയുന്നത്. ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു അച്ചീവ് ദ കോമൺ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലീഡർഷിപ്പ് എന്നുള്ള ഒരു പ്രവർത്തനം എക്സസൈസ് ചെയ്യുന്നത്. അഞ്ചാമത് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂവസ് പ്രോസസ്സ്. ഇതെന്ന് പറയുന്നത് തുടർച്ചയായ ഒരു പ്രവർത്തനമാണ്. അനുയായികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന തുടർച്ചയായ ഒരു പ്രവർത്തനമാണ് നേതൃത്വം എന്ന് പറയുന്നത്. നേതൃത്വം എന്നുള്ളത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓർഗനൈസേഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഓർഗനൈസേഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഡയറക്റ്റിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഡയറക്റ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡയറക്റ്റിംഗിൽ കൂടെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നേതൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേതൃത്വം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു നേതാവ് മാറിക്കഴിഞ്ഞാൽ പുതിയ നേതാവ് ആ സ്ഥാനത്തേക്ക് വരും. മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്നൊരു വ്യക്തി പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് റിട്ടയർ ആയിക്കഴിഞ്ഞാൽ പുതിയ മാനേജർ പോസ്റ്റിലേക്ക് പുതിയ ആൾ വരും. അപ്പോൾ വേറെ രീതിയിലുള്ള നേതൃത്വം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നേതൃത്വം എന്നുള്ളത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓർഗനൈസേഷൻ നിലകൊള്ളുന്ന കാലത്തോളം നേതൃത്വം എന്നുള്ളത് ഉണ്ടാവും. ജീവനക്കാരുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ച് ജീവനക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരിക്കും? ഏതൊരു ഓർഗനൈസേഷനും എത്ര കാലം നിലകൊള്ളുന്നുവോ അത്രയും കാലം തുടർച്ചയായി പോകുന്ന ഒരു പ്രവർത്തനമാണ് നേതൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അനുയായികളുടെയും പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന തുടർച്ചയായ പ്രക്രിയയാണ് നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലീഡർഷിപ്പിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അപ്പോൾ? ആദ്യം പറഞ്ഞത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് ദ അതേഴ്സ്. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ലീഡർഷിപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ട്രൈസ് ടു ബ്രിങ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ, മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കീഴ് ജീവനക്കാരെന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് നേതൃത്വം എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻ്റർ പേഴ്സണൽ റിലേഷൻസ് ബിറ്റ്വീൻ ട്രേഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. ട്രേഡേഴ്സും ഫോളോവേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യക്തിബന്ധം കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. നാലാമത് പറയുന്നത് ഇറ്റ് ഈസ് എക്സസൈസ്ഡ് ടു അച്ചീവ് കോമൺ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇത് ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂവസ് പ്രോസസ്സ്, അല്ലെങ്കിൽ തുടർച്ചയായ ഒരു പ്രവർത്തനമാണ്. ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ്
ഒരു നല്ല ലീഡർക്ക് വേണ്ട ക്വാളിറ്റികൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒരു നല്ല നേതാവിന് എന്തെല്ലാം സവിശേഷതകൾ അല്ലെങ്കിൽ ഗുണഗണങ്ങൾ വേണം എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒരു ഗുഡ് ലീഡറുടെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കുക. ആദ്യത്തേത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആശയവിനിമയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ആൾ തിങ്സ് വൺ പേഴ്സൺ ഡസ് വെൻ ഹി വാണ്ട്സ് ടു ക്രിയേറ്റ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ മൈൻഡ് ഓഫ് അനദർ. മറ്റൊരാളുടെ മനസ്സിൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ നടപ്പിലാക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ്. താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ലീഡർക്ക് വേണം. അതായത് വെർബൽ ലാംഗ്വേജസ് ഉപയോഗിക്കാം, റിട്ടൺ ലാംഗ്വേജസ് ഉപയോഗിക്കാം. ഏത് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് താൻ പറയുന്ന ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്കില്ല് ഒരു ലീഡർക്ക് ആവശ്യമാണ്. രണ്ടാമത്തത് മോട്ടിവേഷൻ സ്കിൽ. മോട്ടിവേഷൻ എന്താണ്? നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഉത്സാഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും പണിയെടുക്കുവാൻ ജോലിക്കാരെ പ്രചോദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോട്ടിവേഷൻ എന്ന് പറയുക. മോട്ടിവേഷൻ എന്നുള്ളത് ഇന്നർ അർജാണ്. ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു താല്പര്യമാണ്, ഇന്നർ അർജാണത്. അപ്പോൾ ഈ മോട്ടിവേഷൻ സ്കില്ല് ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. ഓരോ വ്യക്തിയെയും മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ നല്ല പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അവർക്ക് അഭിനന്ദനങ്ങൾ നൽകുകയും അതിലൂടെ അവരെ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യാനുള്ള ഒരു സ്കില്ല് ലീഡർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ലീഡർ മസ്റ്റ് ഹാവ് എ മോട്ടിവേഷൻ സ്കിൽ. മോട്ടിവേഷൻ സ്കില്ല് ലീഡർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അനുയായികൾക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ. തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ അനുയായികളുടെയും പ്രവർത്തനങ്ങളെ കാണുന്ന സമയത്ത് അതിനെ നല്ല പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും തെറ്റായ പ്രവർത്തനങ്ങളെ നെഗറ്റീവ് മോട്ടിവേഷൻ ചെയ്യാനുള്ള ഒരു സ്കില്ലും ലീഡർക്ക് ഉണ്ടായിരിക്കണം. നല്ല പ്രവർത്തനങ്ങളെ പോസിറ്റീവ് മോട്ടിവേഷനും ചെയ്യാം, തെറ്റായ പ്രവർത്തനങ്ങളെ നമുക്ക് നെഗറ്റീവ് മോട്ടിവേഷനും ചെയ്യണം. മൂന്നാമത്തത് സോഷ്യൽ സ്കിൽ. സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? സാമൂഹ്യ മര്യാദ, അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ ബോധം അല്ലെങ്കിൽ സാമൂഹ്യപരമായ കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വ്യക്തികളുമായിട്ട് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ അഫിലിയേഷൻ നീഡുകൾക്കും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്കില്ല്. സമൂഹവുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം സൃഷ്ടിക്കണം. ഒരു ലീഡർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവനക്കാരുമായിട്ട് ബന്ധം സൃഷ്ടിക്കുന്നതിനൊപ്പം തന്നെ സമൂഹവുമായിട്ട് അല്ലെങ്കിൽ താൻ വസിക്കുന്ന സ്ഥാപനത്തിൻ്റെ ചുറ്റുപാടുമുള്ള വ്യക്തികളുമായിട്ടും സമൂഹവുമായിട്ടും സൊസൈറ്റിയുമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധം സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ സ്കിൽസ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ ഒരു ലീഡർക്ക് കഴിയണം. നെക്സ്റ്റ് പറയുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ. ശാരീരികമായ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊരു പരിധി വരെ നമുക്ക് ലീഡറുടെ ഒരു ക്വാളിറ്റിയാണ് പറയാം. നല്ല ഹൈറ്റ്, അതുപോലെ തന്നെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ ശാരീരിക ക്ഷമത പ്രവർത്തനങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒരു ലീഡർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഗുഡ് ലീഡർക്ക് അത്തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഡിസിസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. അതായത് ഒരു പർട്ടിക്കുലർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശേഷി ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. താൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവും. തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അപ്പം ഓർഗനൈസേഷനിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെയും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ലീഡറാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാനേജറാണ്. അപ്പോൾ ആ തീരുമാനങ്ങളിൽ നിന്നും അദ്ദേഹം ഇടയ്ക്കിടെ വ്യതിചലിക്കുകയാണെന്നെങ്കിൽ അനുയായികൾക്ക് വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് സമയത്ത് സ്വാഭാവികമായിട്ടും നല്ലൊരു ഡിസിഷൻ മേക്കർ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. താൻ പറഞ്ഞ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനോഭാവം ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. സത്യസന്ധതയും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ അതായത് സ്ഥാപനത്തിനുള്ള ഒരു കൂറ്. ഇൻറ്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി എന്ന് പറയുന്നത് അതാണ് താൻ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ റിലയബിലിറ്റി എന്നൊക്കെ പറയാം. അതിനാണ് ഇൻറ്റഗ്രിറ്റി എന്ന് സൂചിപ്പിക്കുന്നത്. സത്യസന്ധനും അതുപോലെ തന്നെ വിശ്വസനീയനുമായിരിക്കണം. പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. സത്യസന്ധമായിരിക്കണം. ചെയ്യുന്ന പ്രവർത്തികളെല്ലാം സത്യത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. അസത്യമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരെ നല്ല ലീഡറായിട്ട് സമൂഹം കാണുകയില്ല. അതുകൊണ്ട് തന്നെ നല്ല ലീഡറാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സത്യസന്ധനും അതുപോലെ തന്നെ കൃത്യനിഷ്ഠതയുള്ളവരും വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളുമായിരിക്കണം. നെക്സ്റ്റ് കോൺഫിഡൻസ് ആൻഡ് ഇനീഷ്യേറ്റീവ്. മുൻകൈ എടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഏത് ജോലിയും ഏറ്റെടുക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ലീഡർഷിപ്പ് പ്രവൃത്തിയിലേക്ക് എത്തിച്ചേരാൻ വ്യക്തിക്ക് കഴിയുകയുള്ളൂ. ഒരു നേതാവിന് ജോലി ചെയ്യുന്നതിൽ മടി ഉണ്ടാകാൻ പാടില്ല. ഹി ഷുഡ് ബി ഇനീഷ്യേറ്റീവ് ടു ടേക്ക് ദ ജോബ് ചെയ്യുന്നതിനുള്ള മുൻകൈ എടുക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കണം. കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം.
പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് നോളേജ് അല്ലെങ്കിൽ അറിവ്. അക്കാഡമിക് നോളേജ് ഉണ്ടായിരിക്കണം. നോളേജ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് നോളേജ്, ബേസിക് അക്കാഡമിക് നോളേജുകൾ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പിന്നെ ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള നോളേജ്, പിന്നെ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു നോളേജ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ലീഡറായിട്ട് പ്രവർത്തിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു നല്ല ലീഡറാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 8 ക്വാളിറ്റികളും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ ആശയവിനിമയ പ്രവർത്തനം, രണ്ടാമത്തത് മോട്ടിവേഷൻ സ്കില്ല്, മൂന്നാമത്തത് സോഷ്യൽ സ്കില്ല്, നാലാമത്തത് ഫിസിക്കൽ ഫീച്ചേഴ്സ്, അഞ്ചാമത്തത് ഡിസിസീവ്നെസ് അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആറാമത്തത് ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, സത്യസന്ധനും വിശ്വസനീയനുമായിരിക്കണം, കോൺഫിഡൻസ് ആൻഡ് ഇനീഷ്യേറ്റീവ്, നെക്സ്റ്റ് നോളേജ്. ഇനി അടുത്തത് ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളൊരു ഭാഗം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ഇപ്പോൾ ലീഡർഷിപ്പ് എന്താണെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത മനസ്സിലായി, ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റികൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കി. ഇതിൽ നിന്നും ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ, അതായത് ജനങ്ങളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ആൻഡ് മേക്സ് ദം ടു പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ദെയർ എനർജീസ് ഫോർ ദ ബെനഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് സ്വന്തം എനർജികൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള, പോസിറ്റീവായി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ബിഹേവിയർ ജീവനക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു ലീഡർക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ അത് അവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ബിഹേവിയർ, ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ജീവനക്കാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഈ സ്വാധീന പ്രക്രിയയിൽ കൂടെ പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ദെയർ എനർജീസ്, അവരുടെ എനർജികൾ അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ എനർജീസ് സ്ഥാപനത്തിൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലീഡർ മെയിൻറ്റെയിൻസ് പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഹെൽപ്സ് ഫോളോവേഴ്സ് ഇൻ ഫുൾഫില്ലിംഗ് ദെയർ നീഡ്സ്. രണ്ടാമത് പറയുന്നത് ലീഡർ വ്യക്തികളുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ കാത്തു സൂക്ഷിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ അനുയായികളുടെയും നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ എ ലീഡർ മെയിൻറ്റെയിൻസ് പേഴ്സണൽ റിലേഷൻസ് അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഹെൽപ്സ് ദ ഫോളോവേഴ്സ്, തൻ്റെ അനുയായികളെ അല്ലെങ്കിൽ ജീവനക്കാരെ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ, ഓരോ ജീവനക്കാരുടെയും നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. സോ എ ലീഡർ മെയിൻറ്റെയിൻസ് പേഴ്സണൽ റിലേഷൻസ്, വ്യക്തികളുമായി നല്ല ബന്ധം സൃഷ്ടിച്ചെടുക്കാൻ ഒരു നേതാവിന് കഴിയുന്നുണ്ട്. നല്ല നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അനുയായികളെ, ഈ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ടിട്ടാണ് അനുയായികൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽപ്സ് ഫോളോവേഴ്സിന് അവരുടെ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ട് പ്രവർത്തിക്കാൻ ഈ നേതാവിന് കഴിയുന്നു. നെക്സ്റ്റ്, ലീഡർ പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു ദെയർ സബോർഡിനേറ്റ്സ്. മൂന്നാമത് പറയുന്നത് എന്താണ്? ലീഡർ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ സബോർഡിനേറ്റ്സിനും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പരിശീലനം നൽകുക കൂടി ചെയ്യുന്നുണ്ട്. ഓരോ ജീവനക്കാർക്കും പരിശീലനം നൽകുക എന്നത് കൂടി ലീഡറുടെ ഒരു പ്രാധാന്യമാണ്, അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ ഒരു പ്രാധാന്യമാണ്. ലീഡറുടെ പ്രവർത്തനങ്ങളെ കണ്ടിട്ടും ലീഡറുടെ പരിശീലന പ്രക്രിയയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഓരോ കീഴ് ജീവനക്കാരനും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു ദെയർ സബോർഡിനേറ്റ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രാധാന്യമായിട്ട് പറയുന്നത്. നാലാമത്തത് ലീഡർ ഹാൻഡിൽസ് കോൺഫ്ലിക്ട്സ് എഫക്റ്റീവ്ലി. ലീഡറുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ സ്ഥാപനത്തിൽ ജീവനക്കാർ തമ്മിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല തരത്തിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മിസ്ബിഹേവിയറുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്ബിഹേവിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ മിസ്ബിഹേവിയറിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു ലീഡറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ മിസ്ബിഹേവിയർ ഉണ്ടാകുമ്പോൾ, സ്ഥാപനമാകുന്ന സമയത്ത് ജീവനക്കാരുടെ എണ്ണം ഉണ്ടാകുന്ന സമയത്ത്, ഒരുപാട് ജീവനക്കാരുണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഡറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ദ കോൺഫ്ലിക്ട്സ് എഫക്റ്റീവ്ലി, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളെ അല്ലെങ്കിൽ തർക്കങ്ങളെ കാര്യക്ഷമമായി ഹാൻഡിൽ ചെയ്യുകയും ആൻഡ് ഡസ് നോട്ട് അലൗ അഡ്വേഴ്സ് എഫക്റ്റ് റിസൾട്ടിങ് ഫ്രം കോൺഫ്ലിക്റ്റിൽ നിന്നും തെറ്റായ എഫക്റ്റുകൾ വരാതെ അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നത് ഒരു ലീഡറുടെ ഡ്യൂട്ടിയാണ്.
അഡ്വേഴ്സ് എഫക്റ്റ് അല്ലെങ്കിൽ വിരോധ മനോഭാവം ഉണ്ടാകാൻ പാടില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും തമ്മിൽ സൗഹൃദ അന്തരീക്ഷം കൊണ്ടുവരണം. അവർ തമ്മിൽ പരസ്പര വൈരുദ്ധ്യമോ അല്ലെങ്കിൽ വിരോധ മനോഭാവമോ ഉണ്ടാകാൻ പാടില്ല. കോൺഫ്ലിക്റ്റുകൾ വൈരുദ്ധ്യത്തിലേക്ക് നീങ്ങാൻ പാടില്ല. വൈരുദ്ധ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ജോലി ചെയ്യാനുള്ള പ്രവണത കുറയുകയും അതുപോലെ തന്നെ ശത്രുതാ മനോഭാവം വളരുകയും ചെയ്യും. അപ്പോൾ ശത്രുതാ മനോഭാവം ഒഴിവാക്കുകയും കോൺഫ്ലിക്റ്റുകളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒരു ലീഡറുടെ പ്രാധാന്യമാണ്. നല്ല ലീഡർക്ക് സ്ഥാപനത്തിൽ മധ്യസ്ഥതയ്ക്ക് വഹിക്കാനും കഴിയും. മധ്യസ്ഥ വഹിക്കുകയും അതുപോലെ തന്നെ ജീവനക്കാർ തമ്മിലുള്ള പേഴ്സണൽ പ്രോബ്ലത്തിൽ ഇടപെട്ട് അതിനെ അഡ്വേഴ്സ് എഫക്റ്റുകളായി മാറുന്നതിനെ തടയാനും കഴിയും എന്നുള്ളതാണ് ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലീഡർ പ്ലേസ് എ കീ റോൾ ഇൻ ഇൻട്രൊഡ്യൂസിങ് റിക്വയർഡ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ മാറ്റങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ലീഡറാണ്. ഓർഗനൈസേഷനിൽ വരുന്ന പുതിയ മാറ്റങ്ങളുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെക്കുറിച്ചിട്ട് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് പകർന്നു കൊടുക്കുകയും ആ മാറ്റങ്ങൾക്കനുസരിച്ച് അവരെ ബിൽഡാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് ഒരു ലീഡറുടെ പ്രാധാന്യമാണ്. ലീഡർ വഹിക്കുന്ന ഒരു പങ്കാണ്. അപ്പോൾ ലീഡർ അതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പ്ലേസ് എ കീ റോൾ ഇൻ ഇൻട്രൊഡ്യൂസിങ് റിക്വയർഡ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ ചേഞ്ചസും ആ ചേഞ്ചസിനനുസരിച്ചിട്ട് ജീവനക്കാരെ ബലവത്താക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് ലീഡറുടെ ഒരു പ്രാധാന്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പായിട്ട് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞത് ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ജീവനക്കാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ലീഡർ മെയിൻറ്റെയിൻസ് പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഹെൽപ്സ് ഫോളോവേഴ്സ് ഇൻ ഫുൾഫില്ലിംഗ് ദെയർ നീഡ്സ്. വ്യക്തികളുമായി നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ കാത്തു സൂക്ഷിക്കുകയും ഫോളോവേഴ്സിനെ അവരുടെ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ലീഡർ പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു ദെയർ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ലീഡർ ഹാൻഡിൽസ് കോൺഫ്ലിക്ട്സ് എഫക്റ്റീവ്ലി. സ്ഥാപനത്തിലുണ്ടാകുന്ന വ്യത്യസ്ത രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളെ എഫക്റ്റീവായി ഹാൻഡിൽ ചെയ്യാൻ ലീഡർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നെക്സ്റ്റ്, ലാസ്റ്റ് പറഞ്ഞത് ലീഡർ പ്ലേസ് എ കീ റോൾ ഇൻ ഇൻട്രൊഡ്യൂസിങ് റിക്വയർഡ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടും റിക്വയർഡ് റോൾ വഹിക്കുക എന്നുള്ളത് ലീഡറുടെ ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ലീഡർഷിപ്പ് എന്നുള്ള മൂന്നാമത്തെ എലമെൻറ്റ്, ഡയറക്റ്റിങ്ങിൻ്റെ മൂന്നാമത്തെ എലമെൻ്റായിട്ടുള്ള ലീഡർഷിപ്പ് അഥവാ നേതൃത്വം എന്താണെന്നും അതോടൊപ്പം തന്നെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, നല്ലൊരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റികളും, പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ് അഥവാ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകതകൾ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യം, ഇത്രയും ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.